ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോബിൻസൺ ഇസിറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് മാസ്കിങ്ങും മറ്റൊന്ന് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചില സംശയങ്ങൾ ഉണ്ട്. അപ്പോൾ ആ സംശയങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പം ഞാൻ ഓൾറെഡി 2 ഫൂട്ടേജസ് എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ഷോട്ടുകൾ ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ കാണാം. ഇവിടെ 2 ഷോട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റു ചില ഷോട്ടുകളും കൂടി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാസ്കാണ്. അപ്പം ഈ മാസ്കിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാക്കിംഗ് ചെയ്യാം, അല്ലാതെയും നമുക്ക് ട്രാക്കിംഗ് ചെയ്യാം. ഇനി മാസ്കിങ് തന്നെ നമ്മുടെ നോർമൽ മാസ്കിങ് അല്ലാതെ വേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാസ്കിംഗ് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മാസ്ക് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പ്രീമിയറിലും ഇതിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം മാസ്ക് എങ്ങനെ ഡാവിഞ്ചിയിലും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, ഞാൻ 2 ഷോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷോട്ട് ഞാൻ ഒന്ന് മുകളിലും താഴെയായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരാൾ ജസ്റ്റ് പാസ് ചെയ്യുന്നുണ്ട്. ആ പാസ് ചെയ്യുമ്പോൾ അടുത്ത ഷോട്ട് കയറി വരണം. ഇതാണ് നമ്മൾ മാസ്ക് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് കളർ വിൻഡോയിൽ വരിക. നിങ്ങൾ കളർ വിൻഡോയിൽ വന്നതിന് ശേഷം നമ്മൾ ആദ്യത്തെ ക്ലിപ്പിൽ ഞാൻ വരികയാണ്. ആദ്യത്തെ ക്ലിപ്പ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് ആൽഫ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. ജസ്റ്റ് ഈ ആഡ് ആൽഫ ഔട്ട്പുട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു ഐക്കൺ കൂടി കാണാം നമ്മുടെ ഔട്ട്പുട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ആൽഫ ഔട്ട്പുട്ടും കൂടെ ഞാനൊന്ന് കണക്ട് ചെയ്യുകയാണ്. ആൽഫ ഔട്ട്പുട്ടും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളിതിൽ എന്തെങ്കിലും മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ ഒരു പവർ വിൻഡോ ആഡ് ചെയ്യാണ്. ജസ്റ്റ് നമ്മുടെ പെൻ ടൂൾ എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഓൾമോസ്റ്റ് ഓക്കെ. ഞാൻ ജസ്റ്റ് ഈ ഷേപ്പിനനുസരിച്ച് ഒന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുകയുണ്ടോ, നമ്മൾ ആ കട്ട് ചെയ്തപ്പോൾ ആ ഭാഗം അവിടെ ചെറിയൊരു ഇതായി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ നിങ്ങൾക്കൊന്ന് സോഫ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇൻസൈഡും അതുപോലെ തന്നെ ഔട്ട് സൈഡും ഞാൻ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടുന്ന് അതിനൊന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കാണുക. ഇനി ഒന്നുകൂടി ഇതിനടുത്ത് മുകളിൽ വെക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്കതിവിടെ ട്രാക്കറിൽ വന്നതിന് ശേഷം നമുക്കിവിടെ ഫ്രെയിം ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ആനിമേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. അല്ലെങ്കിൽ നിങ്ങളിവിടെ കീ ഫ്രെയിമിൽ വരിക. കീ ഫ്രെയിമിൽ വന്നതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാറ്റിക് കീ ഫ്രെയിം അല്ലെങ്കിൽ ഡൈനാമിക് കീ ഫ്രെയിം കൊടുക്കുക. സ്റ്റാറ്റിക് കീ ഫ്രെയിം ആണെങ്കിൽ ഓരോ ഫ്രെയിം അതിൽ എന്താണ് ചേഞ്ചസ് വരുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് വരും. ഡൈനാമിക് കീ ഫ്രെയിം ആണെങ്കിൽ നമ്മളൊരു കീ ചെയ്ത് കുറച്ചപ്പുറത്തൊരു അടുത്ത കീ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ആനിമേഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവും. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഡൈനാമിക് കീ ഫ്രെയിം കൊടുക്കുകയാണ്. ഓക്കെ, നമുക്കൊരു ഒരു ഫ്രെയിം മുന്നോട്ട് വെക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഫ്രെയിം മുന്നോട്ട് വെച്ചതിന് ശേഷം നമ്മുടെ പവർ വിൻഡോനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ജസ്റ്റ് ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് ഫ്രെയിമിൽ വരികയാണ്. അതിൻ്റെ ബാക്കോട്ടും കുറച്ച് ഫ്രെയിംസ് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ റഫ് ചെയ്ത് പോകുന്നുള്ളൂ. നിങ്ങൾ മാസ്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നന്നായിട്ട് ഒന്ന് ചെയ്യാം. നമുക്ക് പവർ വിൻഡോനെ ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. ജസ്റ്റ് നമ്മുടെ ഏരിയ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഉണ്ട്, വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ആനിമേഷൻ നിങ്ങൾക്ക് കാണാൻ കിട്ടും. നമുക്ക് നമ്മുടെ എഡിറ്റിലൊന്ന് വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ കണ്ടില്ലോ, വളരെ സ്മൂത്തായിട്ട് അതിങ്ങനെ വൈപ്പായിട്ട് പോകുന്ന ഒരു എഫക്റ്റാണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള മാസ്കിങ്ങിനുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത് ട്രാക്കിംഗ് ആണ്. അപ്പം ട്രാക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഈ ഇതിലേക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ജസ്റ്റ് എഫക്ട്സ് ലൈബ്രറി പോവുകയാണ്. ഞാൻ ടൈറ്റിൽസിൽ ഒരു ബേസിക് ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒരു ബേസിക് ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്തു. ഹെൽമെറ്റ്. ഓക്കെ, ഞാനൊരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കതിനൊന്ന് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ കളറൊന്ന് ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ഒരു ബ്ലൂ കളർ കൊടുക്കുകയാണ്, ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഈ ക്ലിപ്പിന് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ന്യൂ കോമ്പൗണ്ട് ക്ലിപ്പ് കൊടുക്കുക. ടെക്സ്റ്റ് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇത് നമ്മൾ കോമ്പൗണ്ട് ക്ലിപ്പായിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ നേരെ കളറിലേക്ക് പോവാം.
കളറിൽ പോയതിന് ശേഷം നമ്മുടെ ക്ലിപ്സ് ഒന്ന് എടുക്കുക. ക്ലിപ്സ് എടുത്തതിന് ശേഷം ഞാൻ ആദ്യത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്യുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം, കാരണം കുറച്ച് ചെറിയ കാര്യങ്ങളിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ ഈ വിൻഡോ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ സ്റ്റെബിലൈസർ ആക്കുകയാണ്. സ്റ്റെബിലൈസർ ആക്കിയതിന് ശേഷം നിങ്ങൾ ഈ ചെറിയ 3 ഡോട്ട് കണ്ടില്ലേ, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലാസിക് സ്റ്റെബിലൈസർ ആക്കുക. ക്ലാസിക് സ്റ്റെബിലൈസർ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ ക്ലൗഡ് ട്രാക്കർ മാറ്റിയിട്ട് അത് പോയിൻ്റ് ട്രാക്കർ ആക്കുക. പോയിൻ്റ് ട്രാക്കർ ആക്കിയതിന് ശേഷം ഓക്കെ, നിങ്ങളിവിടെ എന്ത് ചെയ്യുക, ഈ ആഡ് ട്രാക്കർ പോയിൻ്റ് എടുക്കുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടോ ഒരു ചെറിയ ബ്ലൂ, ഇത് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കണ്ടോ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഏകദേശം ഈ ഹെൽമെറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് നോക്കുകയാണ്. ജസ്റ്റ് ഈ ഹെൽമെറ്റിനെയാണ് ഞാൻ ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഒന്നുമില്ല, സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഫോർവേഡ് ട്രാക്ക് കൊടുക്കുക. അപ്പോൾ ക്ലിപ്പിനനുസരിച്ച് ജസ്റ്റ് ട്രാക്ക് ആവും. ഓൾമോസ്റ്റ് ഓക്കെ ട്രാക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ജസ്റ്റ് ഈ 3 ഡോട്ട്സിൽ വീണ്ടും വരിക. അതിനുശേഷം കോപ്പി ട്രാക്ക് ഡാറ്റ കൊടുക്കുക. നമ്മൾ ഈ ട്രാക്കിംഗ് ഡാറ്റ മുഴുവൻ കോപ്പി ചെയ്തു. അതിനുശേഷം നമ്മൾ ആ ടെക്സ്റ്റിൻ്റെ ലെയറിലേക്ക് വരിക. ഇവിടെ സ്റ്റെബിലൈസർ ആണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഈ ക്ലാസിക് സ്റ്റെബിലൈസറിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ക്ലാസിക് സ്റ്റെബിലൈസർ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക, 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ട്രാക്ക് ഡാറ്റ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് കൊടുക്കുക. ദെൻ ഒന്ന് നമ്മൾ അതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയിട്ട് കണ്ടോ, ആ ഹെൽമെറ്റ് എന്നുള്ളത് ഈ ഹെൽമെറ്റിൻ്റെ കൂടെ പോകുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് പോയതിന് ശേഷം ഒന്നുകൂടി നമുക്ക് നോക്കാം. ഉണ്ടോ, ആ ഹെൽമെറ്റ് എന്ന് പറഞ്ഞ് ഇത് ആ ഹെൽമെറ്റിനെ ഫോളോ ചെയ്ത് അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പോയിന്റ് ട്രാക്കർ ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടും കുറേ കൂടി നമുക്ക് എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാം ഫ്യൂഷൻ ഉപയോഗിച്ചിട്ട്. അപ്പം അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ജസ്റ്റ് നമ്മളിവിടെ ഒരു ക്ലിപ്പുണ്ട്, ഇതാണ് നമ്മൾ ആ ക്ലിപ്പ്. അപ്പോൾ ഇതിനെ നമുക്ക് ജസ്റ്റ് ഇതിലേക്കൊരു ടെക്സ്റ്റ് നമുക്ക് ട്രാക്കിംഗ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാം. ജസ്റ്റ് ഈ മരത്തിൻ്റെ അടുത്തുനിന്നോ അങ്ങനെ എവിടെ നിന്നെങ്കിലും കൊണ്ടുവരാം. ജസ്റ്റ് നേരെ എന്ത് ചെയ്യാം, ഞാൻ ഫ്യൂഷനിലേക്ക് പോവുകയാണ്. ഫ്യൂഷനിൽ പോയതിന് ശേഷം ഓക്കെ, നമ്മുടെ മീഡിയ ഇന്നും മീഡിയ ഔട്ടും ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ജസ്റ്റ് കാണാത്ത ആളുകളാണെങ്കിൽ ഒന്ന് കഴിഞ്ഞ ക്ലാസ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഫ്യൂഷനിലേക്ക് വേണ്ട ടൂൾസ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിലുള്ള കണ്ടോ ആഡ് ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്യൂഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് എടുക്കാം. അതല്ലെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് അടിക്കുക. ഷിഫ്റ്റ് സ്പേസ് അടിച്ചതിന് ശേഷം ഞാനിപ്പം ട്രാക്കറാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ട്രാക്കർ, ക്യാമറ ട്രാക്കർ, പ്ലാനർ ട്രാക്കറൊക്കെ ഉണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പറയാം. ജസ്റ്റ് ഞാൻ ട്രാക്കർ ആഡ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, മീഡിയ ഔട്ട് കഴിഞ്ഞിട്ടാണ് ട്രാക്കർ ആഡ് ആയിരിക്കും. നമുക്ക് മീഡിയ ഇന്നിലേക്ക് കൊടുക്കണം. ജസ്റ്റ് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഒന്ന് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ട്രാക്കർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാണാം, ചെറിയൊരു ഗ്രീൻ ഇതായിട്ടുള്ള ഗ്രീനാണ് ചുറ്റും. അപ്പോൾ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, കുഴപ്പമില്ല. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഉണ്ട് നമുക്ക് എവിടെയാണ് ട്രാക്ക് ചെയ്യേണ്ട ഒരു ട്രാക്കിംഗ് പോയിൻ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാനിത് ട്രാക്ക് ചെയ്യാണ്. ജസ്റ്റ് ഒരു ചെറിയ ഇത്തിരി ഒന്ന് വലിപ്പമൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ, ഒന്നുകൂടി കറക്റ്റ്. ഓക്കെ, ഇനി എളുപ്പമാണ് കാര്യങ്ങൾ. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഫോർവേഡ് ട്രാക്കിംഗ് ഉണ്ട്, അതുപോലെ ബാക്ക്വേർഡ് ട്രാക്കിംഗ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ട്രാക്ക് ഫോർവേഡ് കൊടുക്കുകയാണ്. ഓക്കെ, ട്രാക്ക് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളിവിടെ കണ്ടു ചെറിയ ചെറിയ വൈറ്റ് ലൈൻസ്. അപ്പോൾ അത് ആക്ച്വലി നമ്മുടെ ട്രാക്കാണ് ഇവിടെ കാണുന്നത്. കണ്ടോ, ട്രാക്കായി പോയിരിക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രാക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കൊരു ടെക്സ്റ്റാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് സ്പേസ് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഒന്നെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് ടെക്സ്റ്റ് എടുക്കാം. അപ്പോൾ ജസ്റ്റ് ടെക്സ്റ്റ് എടുക്കാം. ഞാനിപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ളൊരു ടെക്സ്റ്റാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് 3D ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യാം. അതൊക്കെ ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ പറയാം. അപ്പോൾ ഇവിടെ മെർജ് വന്നിട്ടുണ്ട്. തൽക്കാലം ഈ മെർജൊക്കെ കുറേ ഉപയോഗമുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത് വരുന്ന ക്ലാസ്സുകളിൽ പറയാം. അപ്പോൾ ജസ്റ്റ് ബേസിക്കായിട്ട് ഈ ടെക്സ്റ്റിനെ എന്ത് ചെയ്യുക, ഒന്ന് ഈ നോഡുമായിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ടെക്സ്റ്റ് ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഒരു ടൈറ്റിൽ ഗ്രീൻ എന്നിട്ട് ടൈറ്റിൽ കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഈ ടൈറ്റിലിനെ പിടിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് ടൈറ്റിൽ കാണാത്തൊരു പ്രശ്നമുണ്ടല്ലേ, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഈ ഫസ്റ്റ് ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ടൈറ്റിൽ കാണാം കേട്ടോ. ജസ്റ്റ് എവിടെയാണോ നമ്മൾ ട്രാക്കിംഗ് പോയിൻ്റ് വെച്ചത് ആ പോയിന്റിലേക്ക് ഒന്ന് ടെക്സ്റ്റിനെ അടുപ്പിച്ച് വിട്ടാണ്. ഓൾമോസ്റ്റ് ഇത് മതി. ഓക്കെ, ഇനി നമ്മൾ ട്രാക്കർ ഒന്ന് സെലക്ട് ചെയ്യുക. ട്രാക്കർ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഓപ്പറേഷനിൽ വരിക. ഓപ്പറേഷനിൽ വന്നതിന് ശേഷം നിങ്ങളിവിടെ കാണാം ഈ ഓപ്പറേഷൻ നണ്ണ് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാച്ച് മൂവ് ആക്കുക. മാച്ച് മൂവ് ആക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് കാണാൻ പറ്റും. ജസ്റ്റ് ടെക്സ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടി ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഏകദേശം ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാണ്. സോറി, ഓക്കെ. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, കണ്ടോ ആ ടെക്സ്റ്റ് ലെയർ എങ്ങനെയാണോ നമ്മൾ ട്രാക്ക് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് ആ ടെക്സ്റ്റ് ലെയർ നമ്മുടെ അടുത്തേക്ക് ഒരു 3D ടെക്സ്റ്റ് പോലെ അടുത്തേക്ക് വരുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റെൻഡർ ആവുന്നുണ്ടാണ് കുറച്ച് സ്ലോ. ഇതൊന്ന് റെൻഡർ ആയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഉണ്ട് ആ ഗ്രീൻ എന്ന് പറയുന്നത് ആ മരത്തിനോട് ചേർന്ന് ട്രാക്കായി വരുന്നുണ്ട്. ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ട്രാക്കിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല വേറെയും കുറേ മെത്തേഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ മാസ്കിനും കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ, ഡാവിഞ്ചിയായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിടുക. അത്തരം കാര്യങ്ങൾ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്താം. വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.